പീരുമേട്ടിൽ സ്കൂൾ വിട്ടുവരികയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. മരിയഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ഇന്നലെ വൈകിട്ട് 4:30 സംഭവം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വൈകുന്നേരം വിദ്യാർത്ഥികൾ ബസ് കാത്തു നിന്നപ്പോഴാണ് കാട്ടാന പാഞ്ഞെടുത്തത്. റോഡ് മുറിച്ച് കടന്നെത്തിയ ആനയെ കണ്ട കുട്ടികൾ സ്കൂൾ വളപ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു. നാട്ടുകാരും വിദ്യാർത്ഥികളും ബഹളം വെച്ചതോടെ കാട്ടാന യൂക്കാലി തോട്ടത്തിലേക്ക് ഓടിപ്പോയി. എന്തായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാന ശല്യം തുടരുന്നതായി നാട്ടുകാർ പറയുന്നു. വിദ്യാർത്ഥികൾ ഓടിമാറിയത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് നേരെയാണ് കാട്ടാന ചീറിക്കൊണ്ട് പാഞ്ഞെടുത്തത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. എന്നാൽ ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത്. 20ഓളം സ്കൂൾ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ബസ് സ്റ്റോപ്പിന് സമീപത്തെ തോട്ടത്തിൽ നിന്ന് കാട്ടാന ഇവർക്ക് നേരെ ഓടിയെടുത്തത്. തുടർന്ന് വിദ്യാർത്ഥികൾ ചിതറിയോടി. നാട്ടുകാരും വൈദികരും ബഹളം വെച്ചതോടെ ആന അടുത്തുള്ള യൂക്കാലി തോട്ടത്തിലേക്ക് മാറുകയായിരുന്നു. കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്നു കാട്ടാന. ആന റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ റോഡിലുണ്ടായിരുന്നു. വാഹനങ്ങളും റോഡിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആന റോഡിലേക്ക് വരുന്നത് കണ്ട വിദ്യാർത്ഥികൾ സ്കൂൾ ഗേറ്റിനുള്ളിലേക്ക് ഓടി മാറി. കുട്ടികളുടെ അടുത്തുകൂടിയാണ് ആന കടന്നു പോകുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകും. ഏകദേശം 20ഓളം വിദ്യാർത്ഥികളാണ് ഈ സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ ബഹളം കേട്ട് സ്കൂൾ അധികൃതരും അധ്യാപകരും എത്തി ഒച്ചവെച്ചപ്പോൾ ആന സ്കൂളിന് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം കൂടി തട്ടത്തിക്കാനം ഭാഗത്തെ യൂക്കാലി തോട്ടത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും വളരെ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് കാട്ടാനയുടെ ആക്രമണം ഏൽക്കാതിരുന്നത്. ഈ ഒരു പരിസര പ്രദേശങ്ങളിലെല്ലാം കാട്ടാനയുടെ ശല്യം വ്യാപകമാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.